മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചുമാറ്റി. വീണ് പരിക്കേറ്റ കുട്ടിക്ക് ശരിയായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നാണ് കുട്ടിയുടെ വലതുകൈ മുറിച്ചുമാറ്റിയതെന്ന് കുടുംബം ആരോപിച്ചു. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസ് ചേരുന്നു. രാജേഷ്, പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ചികിത്സാ പിഴവെന്നുള്ള ആരോപണം വന്നിരിക്കുന്നത്. 9 വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ്? അരുണിമ, പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെയാണ് ഒരു ഗുരുതര ആരോപണവുമായി ഇപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഈ ഒഴുകുപാറ സ്വദേശി വിനോദിനിയുടെ വലതു കഴിയാണ് ഇതുപോലെ ഈ ചികിത്സാ പിഴവ് മൂലം മുറിച്ചു മാറ്റേണ്ടി വന്നെന്നാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മാതാവ് പ്രസീത മാധ്യമങ്ങളോട് പറയുന്നത്. എന്തായാലും ഈ പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഗുരുതര ആരോപണം തന്നെയാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നത് അല്ലെങ്കിൽ മാതാപിതാക്കൾ ഉന്നയിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് സെപ്റ്റംബർ 24-നാണ്. ഈ സഹോദരനോടൊപ്പം ഈ ഒഴുപാറ സ്വദേശി അല്ലെങ്കിൽ 9 വയസ്സ് മാത്രമുള്ള വിനോദിനി ഈ സഹോദരനോടൊപ്പം കളിക്കുന്നതിനിടെയാണ് പരിക്കേറ്റത്. തുടർന്ന് ഈ കുട്ടിയെ ചിറ്റൂരിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. അതിന് ജില്ലാ ആശുപത്രിയിൽ നിന്നുമാണ് ഈ കുട്ടിയുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇടുന്നതും അതുപോലെ തന്നെ എക്സ്റേ അടക്കമുള്ള ചികിത്സ നൽകുന്നത്. എന്നാൽ തുടർന്ന് 25-ാം തീയതി കഴിഞ്ഞ സെപ്റ്റംബർ 25-ാം തീയതി ഈ കുട്ടിയുടെ കൈക്ക് വീണ്ടും ഒരു വേദന അനുഭവപ്പെടുകയും അതിനനുസരിച്ച് ഈ കുട്ടിയെ വീണ്ടും ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ തുടർന്നുള്ള ചികിത്സയിൽ ഒക്ടോബർ 5-ന് മാത്രം അല്ലെങ്കിൽ 5-ാം തീയതി വന്നാൽ മതിയെന്ന് പറഞ്ഞ് ഈ കുട്ടിയെയും അതുപോലെ ഈ മാതാപിതാക്കളെയും പറഞ്ഞയച്ചു എന്നാണ് ഇപ്പോൾ ഈ മാതാപിതാക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇതിനിടയിൽ ഈ സെപ്റ്റംബർ 25 മുതൽ ഈ ഒക്ടോബർ 5 വരെയുള്ള ഇടങ്ങളിൽ ഈ കുട്ടിയുടെ കയ്യിൽ ഒരു കറുപ്പ് നിറം വരികയും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ കയ്യിൽ നിറം മങ്ങുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ഈ മാതാപിതാക്കൾ പിന്നീട് വീണ്ടും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. എന്നാൽ 3-ാമത്തെ ഈ വരവിലായിരുന്നു ഈ ജില്ലാ ആശുപത്രി ഡോക്ടർ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ 9 വയസ്സ് മാത്രമുള്ള കുട്ടിയുടെ വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിൽ പ്രധാനമായും ഈ കുട്ടിയുടെ അമ്മ പ്രസീത പറയുന്നത് ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിക്കാത്തത് മൂലമാണ് തൻ്റെ കുട്ടിയുടെ വലതു കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതെന്നാണ് ഇപ്പോൾ ഈ പ്രസീത ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഈ കുട്ടിക്ക് ഈ സഹോദരനോടൊപ്പം കളിക്കുന്നതിനിടെയാണ് ഒരു പരിക്കേറ്റത്. അതിന് പിന്നാലെയാണ് ആശുപത്രിയിൽ പ്രവേശിക്കുന്നത്. എന്നാൽ ഈ പ്രവേശിക്കുന്ന ഈ സാഹചര്യത്തിൽ കുട്ടിക്ക് മതിയായ ഒരു ചികിത്സ ലഭിച്ചില്ല എന്നാണ് ഇപ്പോൾ മാതാപിതാക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഒരു ഗുരുതര ആരോപണം തന്നെയാണ് നിലവിൽ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെ ഉയർന്നിട്ടുള്ളത്. എന്തായാലും ഒഴുപാറ സ്വദേശി 9 വയസ്സ് മാത്രമുള്ള വിനോദിനിയുടെ വലത് കൈയാണ് ഈ ചികിത്സാ പിഴവ് മൂലം മുറിച്ചു മാറ്റേണ്ടി വന്നെന്നാണ് ഇപ്പോൾ മാതാപിതാക്കൾ ഉന്നയിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ. എന്തായാലും 9 വയസ്സുകാരിയുടെ വലത് കൈയാണ് ഇതുപോലെ പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ ചികിത്സാ പിഴവ് മൂലം മുറിച്ചു മാറ്റേണ്ടി വന്നെന്നാണ് ഇപ്പോൾ മാതാപിതാക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗുരുതരമായ ആരോപണം. അരുണിമ. രാജേഷ്, പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇതിനു മുൻപും സമാനമായ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ആശുപത്രി അധികൃതർക്ക് നേരെ എന്ത് നടപടിയാണ് ഉദ്യോഗസ്ഥർ എടുത്തിരിക്കുന്നത്? അരുണുമായി സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും നിലവിൽ ഇപ്പോൾ ലഭ്യമല്ല. എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ ഒരു ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഒരു പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എന്തായാലും ഈ കുട്ടിയുടെ മാതാപിതാക്കൾ. ഈ ശരിയായ ചികിത്സ ലഭിച്ചില്ല, അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ 9 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിക്ക് വിനോദിനിക്ക് വലതു കൈ മുറിച്ചു മാറ്റേണ്ടി വന്നെന്നാണ് നിലവിൽ ഇപ്പോൾ ഈ മാതാപിതാക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കുട്ടിയുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടത് ജില്ലാ ആശുപത്രിയിൽ നിന്നായിരുന്നു. അതിനുശേഷം 5 ദിവസത്തിന് ശേഷമാണ് ഈ കുട്ടിയുടെ കയ്യിലെ രക്തം കട്ട പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ കൈ ഒരു അഴുകിയ നിലയിലും കൂടിയായിരുന്നു എന്നാണ് ഇപ്പോൾ മാതാപിതാക്കൾ പറയുന്നത്. അതിനടിസ്ഥാനത്തിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ കുട്ടിയെ പ്രവേശിപ്പിച്ചത്. അതിന് പിന്നാലെയാണ് ഈ കുട്ടിയെ ചികിത്സയുടെ ഭാഗം അല്ലെങ്കിൽ
ഈ കുട്ടിയുടെ കയ്യിൽ മുറിച്ചു മാറ്റേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും വീണ്ടും പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെ ഒരു ഗുരുതര ആരോപണം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും ഈ മാതാപിതാക്കൾ ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഒരു പരാതി നൽകാൻ ഒരുങ്ങുകയാണെന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ കുട്ടിയുടെ ഈ ഒഴിവുപാറ സ്വദേശി ഈ വിനോദിനിയുടെ അമ്മ പ്രസീത പറയുന്നത് കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചിട്ടില്ലെന്നതാണ് നിലവിൽ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. അരുണിമ. ശരി, പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയിരിക്കുന്നു. വീണ് പരിക്കേറ്റ കുട്ടിക്ക് ശരിയായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നാണ് കുട്ടിയുടെ വലതുകൈ മുറിച്ചു മാറ്റിയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്.